നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തിയുമായി നിങ്ങൾ അകന്നു കഴിയുകയാണോ എങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് കരയുകയാണ്, നിങ്ങളുടെ സ്നേഹത്തിനായി കാതോർത്തിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക. നിങ്ങളെ ഓർത്ത് ഈ വ്യക്തി വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരുപാട് വ്യക്തികൾ ഈ വ്യക്തിക്ക് ചുറ്റിനുമുണ്ട്. കൂട്ടുകാരായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, മറ്റുള്ള വ്യക്തികളായിരിക്കാം, കുടുംബാംഗങ്ങളായിരിക്കാം. ഒരുപാട് ഒരുപാട് വ്യക്തികൾ ഈ വ്യക്തിക്ക് ചുറ്റിനുമുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. പക്ഷെ ആരൊക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒറ്റക്കാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് സ്വന്തം തീരുമാനങ്ങളിലൂടെയും സ്വന്തം ചിന്താഗതികളിലൂടെയും മുന്നോട്ട് പോകാൻ ആകുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്. ഈ വ്യക്തി പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ ഈ വ്യക്തിക്ക് സമയമെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. സമയമെടുക്കുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി തിരിച്ചറിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ തന്നെയാണ്. നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മകൾ, ഇത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഈ വ്യക്തിയെ വിട്ട് അകന്നു പോയത്? ഈ പ്രണയബന്ധത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുള്ളത്? ഇത് ആരുടെ തെറ്റാണ്? ആരാണ് ഇവിടെ തിരുത്തേണ്ടത്? ആരുടെ ഭാഗത്താണ് തെറ്റുകൾ? ഇതൊക്കെയാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ വായനയിൽ അത് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രണയബന്ധത്തിൽ ഈ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഒരു പക്ഷേ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ദൈവം ഈ ദൈവമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജീവന തുല്യം പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കാം. അതുകൊണ്ട് ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ പല രീതിയിലും പല വഴികളിലൂടെയും വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ തൻ്റെ ഇണയോടൊപ്പം ഒരുമിച്ച് നടക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളെയാണ് ഓർക്കുന്നത്, നിങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മനോഹരമായിരുന്നാനെ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങൾക്കും വിധേയമാകേണ്ട സമയമായിരിക്കുന്നു. ഈ വ്യക്തിക്ക് ഒറ്റപ്പെട്ടുള്ള ജീവിതം മതിയായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ ഒറ്റപ്പെടലിന്റെ വേദനയിലൂടെ കടന്നു പോകാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സന്തോഷമായാലും ദുഃഖമായാലും നിങ്ങളുമായി ഒരുമിച്ച് പങ്കുചേർന്നുകൊണ്ട്, നിങ്ങളുമായി ഒരുമിച്ച് പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തിയുടെ ആഗ്രഹം. ഈ വ്യക്തി ഒരുപാട് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ, നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളിലെ ഒരു നല്ല രീതിയിലുള്ള ഒരു പരിഹാരം, ഇതൊക്കെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സ് തുറന്ന് സംസാരിക്കണം, മനസ്സ് തുറന്ന് നിങ്ങൾക്ക് മുന്നിൽ ചിരിക്കണം, മനസ്സ് തുറന്ന് കരയണം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണം. ഇതൊക്കെയാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ഹൃദയം തുറക്കുക എന്ന് പറയുന്നത് അത് എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാണിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് മുന്നിൽ മാത്രം തുറന്നു കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് കംഫർട്ടബിളായി അല്ലെങ്കിൽ വളരെയധികം മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു ബന്ധമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ടുള്ളത് മാത്രമാണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മാത്രമാണ് ഈ വ്യക്തിക്ക്
ഒരു പൂർണ്ണത ലഭിച്ചിട്ടുള്ളത്. ഒരു പുതിയ ജീവൻ പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളതും കോൺഫിഡൻസ് ലഭിച്ചിട്ടുള്ളതും മനോധൈര്യം ലഭിച്ചിട്ടുള്ളതും നിങ്ങളിലൂടെ മാത്രമാണ്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഒരു നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു ഊർജവും ഉത്സാഹവും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിലകൊള്ളുന്നത്. ഇപ്പോഴും ഈ വ്യക്തി പുറത്തേക്ക് വരാതെ ഇരുട്ടിൽ തന്നെ കഴിയുകയാണ്. അത് വേറൊന്നുകൊണ്ടായിട്ടല്ല, ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോയത്, ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. അതിൽ പലതും പരിഹരിക്കാൻ പോലും സാധിച്ചിട്ടില്ല. കാരണം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് അതിനെല്ലാം സാധിക്കുമായിരുന്നു. പരിഹരിക്കുവാനും ഓരോ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുവാനും സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് അതിനൊന്നും ഒറ്റയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിയുടെ നട്ടലായിരുന്നു നിങ്ങൾ. അതുകൊണ്ട് ആർക്കേഞ്ചൽ ഏരിയൽ മാലാഖയുടെ സാന്നിധ്യമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, വളരെ ആകർഷണം കൂടിയിട്ടുള്ള ഒരു മാലാഖയാണത്. അപ്പൊ നിങ്ങൾക്കിടയിലുള്ള ആകർഷണവും സ്നേഹവും എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്താൽ ഉണ്ടായിട്ടുള്ള ഒരു വിവാഹബന്ധം അല്ലെങ്കിൽ ഒരു പ്രണയബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രണയബന്ധത്തിലൂടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം പടുത്തുയർത്താൻ കഴിയുമെന്ന് 100% കോൺഫിഡൻസ് ഉള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നല്ലതിലേക്ക് വരാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നന്മകൾ നേർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരാതിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ പുതിയ നന്മകൾ ഉണ്ടാക്കിയെടുക്കുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങൾ, തീരുമാനങ്ങൾ, ഉയർച്ചകൾ, അഭിപ്രായങ്ങൾ, പുതിയ പുതിയ വലിയ വലിയ കാര്യങ്ങൾ, ഇതെല്ലാം ഈ വ്യക്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിലും സാമ്പത്തിക പരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും എല്ലാ തരത്തിലും ഈ വ്യക്തി പുതിയ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം, ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം. ഇതെല്ലാം തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതം പടുത്തുയർത്താം എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ശത്രുക്കൾ പിന്നിൽ നിന്നും കുത്തി, അത് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതിൽ പലതും പല ശത്രുക്കളുടെ അമ്പുകൾ, അസ്ത്രങ്ങൾ പലതും മൂർച്ചയേറിയതായിരുന്നു. അതിൽ പലതും നിങ്ങളുടെ പ്രണയബന്ധത്തെയും കുത്തി നോവിപ്പിച്ചിട്ടുണ്ട്. അതും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം തന്നെ മാറ്റി വെച്ചുകൊണ്ട് പ്രണയ ജീവിതത്തിലേക്ക് പുതിയൊരു ജീവൻ പകർന്നു നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവിച്ചു കഴിഞ്ഞതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, ഇനി അത് വരാതെ നോക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ വ്യക്തി വരുന്നത്. കഴിഞ്ഞുപോയ തെറ്റുകളും അബദ്ധങ്ങളും ഇനി ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കും ഉറച്ച ഒരു അഭിപ്രായത്തോടു കൂടിയുമാണ് ഈ വ്യക്തി മുന്നോട്ട് വരുന്നത്. എന്തായാലും ഈ വ്യക്തി വളരെ ശക്തിയേറിയ പോരാട്ടത്തിലൂടെയാണ് നടക്കുന്നത്. നിങ്ങളുമായി അകന്നു നിന്നപ്പോൾ ഈ വ്യക്തി ഒരുപാട് ഒറ്റപ്പെടലിന്റെ വേദനയിലേക്ക് ആയിപ്പോയി. ആ ഒരു ഒറ്റപ്പെടലിന്റെ വേദനയിലൂടെ ഈ വ്യക്തി പല തീരുമാനങ്ങളും എടുക്കുകയും പല സത്യങ്ങൾ തിരിച്ചറിയുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്തരം തിരിച്ചറിവുകൾ ഈ വ്യക്തിക്ക് ഏറ്റവും വലിയ ഒരു അറിവുകളും അനുഭവവും തന്നെയായിരിക്കും. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.